ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് സന്ദർശിപ്പാനിടയാകട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ അന്വേഷിക്കാൻ തയ്യാറാകുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായമാണ്. 27-ാം അധ്യായത്തിൽ യഹൂദാ ജനം 70 വർഷം ബാബിൽ പ്രവാസത്തിൽ കഴിയേണ്ട സാഹചര്യത്തെക്കുറിച്ച് യെരമ്യാവിന് ദൈവം കൊടുക്കുന്ന അരുളിപ്പാടും പ്രവചന ശബ്ദങ്ങളുമാണ് 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 26-ാം അധ്യായത്തിൽ അതിനുള്ള കാരണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെ അവരനുസരിക്കാതെയും യഹോവയുടെ വാക്കുകൾ കേൾക്കാതെയും വന്നപ്പോൾ അങ്ങനെ ഒരു പ്രവാസകാലം യഹൂദ ജനത്തിന് ദൈവം അനുവദിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് അതിനൊരു കാലയളവ് വെക്കുന്നതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 27-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്: അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും, പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളിപ്പാട്. ദൈവം സന്ദർശിക്കുന്ന ഒരു കാലഘട്ടം വരെ ബാബേൽ പ്രവാസത്തിൽ അവർ കഴിയേണ്ടതായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുള്ള കാരണങ്ങൾ മുന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് ഇടയായി. ആ ദൈവിക സന്ദർശനം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് 29-ാം അധ്യായത്തിൽ അതിന് കുറച്ചുകൂടെ ആഴമേറിയ ഒരു വിവർത്തനം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 29-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതാണ് ദൈവം സന്ദർശിക്കുന്ന ആ സമയം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന യഹൂദ ജനം ആ ബാബേൽ പ്രവാസത്തിലായിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് ദൈവത്തെ ആഴമായി അന്വേഷിക്കുന്ന ഒരു സമയത്ത് ദൈവം അവരെ സന്ദർശിപ്പാനിടയാകും. അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ, ഒരു പുറപ്പാട് ഉണ്ടാകുന്നത് കാണുവാനിടയാകും. ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രവാസത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, അപ്പോൾ ഒരുപക്ഷെ അവർ വിചാരിക്കുന്നുണ്ടാകും ഞങ്ങളുടെ ഭാവി ഇവിടെ കൊണ്ട് നശിച്ചു പോയി. അതുകൊണ്ടാണ് അതിന് മുന്നുള്ള വാക്യങ്ങൾ 29-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളിപ്പാട്. ദൈവം തിന്മയ്ക്കല്ല നന്മയ്ക്കായി ദൈവിക നിരൂപണങ്ങളെ നമ്മുടെ മേൽ വെക്കുമ്പോൾ നാം അത് ആ ആഗ്രഹത്തോടെ ദൈവമേ എന്നെക്കുറിച്ചുള്ള ദൈവിക നന്മകളെ എനിക്ക് തിരിച്ചറിയണം എന്ന ആഗ്രഹത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് അടുത്തു വരുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സന്ദർശിപ്പാനിടയാകും. പ്രവാസ ജീവിതം പോലെ കഷ്ടത അനുഭവിക്കുന്ന മേഖലകളിൽ നിന്ന് നാം പുറത്തു വരുവാനിടയാകും. നമ്മുടെ രോഗത്തിൽ നിന്നും നമ്മുടെ ഭാരത്തിൽ നിന്നും നമ്മുടെ സങ്കടത്തിൽ നിന്നും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരുവാൻ ഇടയാകും. ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് സന്ദർശിപ്പാനിടയായ അതിന് ദൈവം പറയുന്ന സാഹചര്യം ഇതാണ്, സന്ദർശനത്തിന് പറയുന്ന സാഹചര്യം ഇതാണ്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് സന്ദർശിപ്പാനിടയാകട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ അന്വേഷിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം നമ്മളെ സന്ദർശിപ്പാനിടയാകും. അത് ഏത് മേഖലയിലായാലും ദൈവം നമ്മളെ സന്ദർശിപ്പാനിടയാകും. ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കാം: ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ ദിവസം ദൈവമേ നീ സന്ദർശിക്കുവാൻ ഇടയാകണമേ, നിന്റെ സന്ദർശനത്തിൻ്റെ ദിവസം ഇന്ന് ആയിരിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.